ഹലോ ഫ്രണ്ട്സ്, സത്യമായിട്ടും ഞാൻ രജനികാന്ത് നായകനായ കൂലി സിനിമയുടെ റിവ്യൂ എടുക്കാൻ പോയതാണ്. അവിടെ വെച്ച് എനിക്ക് നല്ല പണി കിട്ടി. കാരണം ഒരാൾ പോലും എനിക്ക് മര്യാദക്കുള്ള റിവ്യൂ പോലും സംസാരിക്കാൻ പോലും ആരും നിന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് 1 മിനിറ്റുള്ള ചെറിയൊരു ഷോട്ട് മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. കൂലി സിനിമ കണ്ടിറങ്ങിയ മിക്കവർക്കും ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഇതാ വാർ 2-ഉം കൂലി സിനിമയായിട്ടുള്ള ഭയങ്കര മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലവർ പറയുന്നുണ്ട് കൂലി സിനിമ അടിപൊളിയാണെന്ന്, ചിലവർ പറയുന്നത് വാർ 2 ആണ് പൊളിയെന്നും. പലവർക്കും പല ഇഷ്ടമാണല്ലോ. നിങ്ങളും നിങ്ങളുടെ ഇഷ്ടപ്രകാരം മാത്രം പോയി സിനിമ കാണുക. അവരുടെ അഭിപ്രായം നോക്കി, അവരുടെ റിവ്യൂ നോക്കി അത് മോശമാണെന്ന് വിചാരിച്ചുകൊണ്ട് ആരും തന്നെ സിനിമ കാണാൻ പോകുന്നൊന്നുമില്ല. സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ട. ഇഷ്ടംപോലെ സ്റ്റിൽസ് ഇങ്ങനെ പുറത്ത് വിടുന്നുണ്ട്. ഇപ്പോൾ സ്പൈഡർമാനും സ്പനിഷറുമായിട്ടുള്ള സീക്വൻസാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഇഷ്ടംപോലെ സ്റ്റിൽസ് എല്ലാം പുറത്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹൾക്കുമായിട്ടുള്ള ബാറ്റിൽ വരുന്നുണ്ടെന്ന് എവിടേക്കോ ഒരു ന്യൂസ് പുറത്ത് വരുന്നുണ്ട്. കോമിക് റൈറ്റ് ആണോ ഒരു ചെറിയ ഡൗട്ടുണ്ട്. അവർക്കും കൊള്ളാം. കാരണം ഇതും പ്രതീക്ഷിച്ച് നിൽക്കുന്ന കുറേ പേരുണ്ടേ സ്പൈഡർമാനെ നോക്കിക്കൊണ്ട്. ഖലീഫ നമ്മുടെ വൈശാഖ് സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയാണ്. പൃഥ്വിരാജ് നായകനായ ഖലീഫ എന്ന് പറയുന്ന സിനിമ. വലിയ ബഡ്ജറ്റിലാണ് സിനിമ ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് UK വെച്ചാണ്. പൃഥ്വിരാജിൻ്റെ പോർഷൻസ് എല്ലാം ഏകദേശം കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കാരണം പൃഥ്വിരാജ് തിരിച്ച് ഇന്ത്യയിലെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കിയുള്ള ചെറിയ പാച്ച് വർക്കും പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് എല്ലാം UK വെച്ച് ഷൂട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നന്നായാൽ മതിയായിരുന്നു. മോൺസ്റ്ററിന് ശേഷം പിന്നെ പുള്ളിക്കാരൻ എവിടെയും കണ്ടിട്ടില്ല. ഭാഗ്യ ഫ്രാഞ്ചൈസിലെ 4ാമത്തെ സിനിമയുടെ ഒഫീഷ്യൽ ടീസർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടീസർ ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 3 ദിവസത്തോളമായി. ഈ ഒരു സിനിമയെ പറ്റി ഞാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. ഇതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടി മാത്രമല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൂടെ പറയേണ്ടി വരും. യൂട്യൂബ് കിടപ്പുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തേക്കാം. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കാം.